KPCC അധ്യക്ഷനുമായി സംസാരിച്ച കാര്യം തരൂർ വ്യക്തമാക്കുന്നു. അതിനപ്പുറം താൻ പറഞ്ഞതിൽ എന്ത് തെറ്റ് എന്ന വാദമാണ് തരൂർ മുന്നോട്ട് വയ്ക്കുന്നത്. താൻ മുൻകാലങ്ങളിലും സമാന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. തന്റെ പ്രസ്താവന പൂർണ്ണമായും വായിച്ചു നോക്കാതെയാണ് അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവുന്നതെന്നടക്കമുള്ള വാദങ്ങളാണ് ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്നത്. വികസനം എന്ന പൊതു അജണ്ടയിൽ നിന്നുകൊണ്ടാണ് താൻ സംസാരിക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം വികസന കാഴ്ചപ്പാട് ഉണ്ടാവണം. അതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള തന്റെ നിലപാട്. ഇനിയും ലേഖനങ്ങൾ എഴുതാനുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതില്ല. മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല. ഇതൊക്കെയാണ് ശശി തരൂർ വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ ശശി തരൂരിൻ്റെ വാദങ്ങൾ അത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുമോ എന്ന ചോദ്യമാണ്. തരൂർ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്ന UDF എന്ന വാദത്തോട് അദ്ദേഹം അത്തരം വാദങ്ങൾ ഉയർന്നു വരട്ടെ, താൻ അപ്പോൾ നിലപാട് പറയാം എന്ന പ്രതികരണമാണ് ശശി തരൂർ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിവാദം ഇതോടുകൂടി അവസാനിക്കുമോ അതല്ല കോൺഗ്രസ് നേതാക്കളിൽ നിന്നും തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ? ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വലിയ പ്രചരണ വിഷയമാക്കുമ്പോൾ അതിനോട് ഏതു തരത്തിലുള്ള പ്രതികരണം കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉണ്ടാകും എന്നതും പ്രസക്തമാണ്. എന്തായാലും ശശി തരൂർ നിലപാടുകൾ ആവർത്തിക്കുകയാണ്. തന്റെ പ്രസ്താവന തന്റെ ലേഖനത്തിൽ തിരുത്തൽ വരുത്താൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, തന്റെ നിലപാടുകൾ തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ പ്രസ്താവന നടത്തേണ്ടി വന്നത്, എന്താണ് അതിന്റെ പശ്ചാത്തലം, അതാണ് തരൂർ വ്യക്തമാക്കുന്നത്. ശശി തരൂർ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന താൻ നടത്തിയിട്ടില്ല എന്ന വാദമാണ്. തരൂരിന്റെ ഈ വാദം KPCC അംഗീകരിക്കുമോ? അല്പസമയം മുമ്പ് നമ്മൾ തന്നെ വ്യക്തമാക്കിയതുപോലെ, അതായത് ഈ ഒരു വിവാദം ഉണ്ടായതിനു ശേഷം ഔദ്യോഗികമായി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത് KPCC അധ്യക്ഷനും KPCC ജനറൽ സെക്രട്ടറിയുമാണ്. അവർ അല്ലാണ്ട് മറ്റാരും തന്നെ തന്റെ നിലപാടുമായി ബന്ധപ്പെട്ടോ അതുണ്ടാക്കിയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടില്ല എന്ന് ശശി തരൂർ പറഞ്ഞു വെക്കുന്നു. അതായത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകും. അതൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ ആയിരിക്കാം. അതൊന്നും യാഥാർത്ഥ്യമാകണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം താൻ രാജിവെക്കണമെങ്കിൽ ദേശീയ നേതൃത്വം അത് ആവശ്യപ്പെടണം. അങ്ങനെ ഒന്നും തന്നോടുണ്ടായിട്ടില്ല. ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം വേണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനങ്ങനെ ഒരു വിശദീകരണം നൽകണം? ഇത് താനൊരു സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം പരാമർശിച്ച് എഴുതിയ ലേഖനത്തെ വിവാദമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഒരു കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ചില ഇടങ്ങളിൽ നിന്ന് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് അതിൽ വസ്തുതകളൊന്നുമില്ല, അടിസ്ഥാനമില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. അതായത് തുടർച്ചയായി കോൺഗ്രസ് സംസ്ഥാന നേതാക്കളും UDFിലെ കക്ഷി നേതാക്കളും ഒരു വശത്തു നിന്ന് ഈ വിഷയത്തിൽ വിമർശനം തുടരുന്നതിനിടയിൽ അദ്ദേഹം നിലപാടിൽ ഒട്ടും അയയാതെ ഇനിയും ലേഖനങ്ങൾ എഴുതുമെന്ന് പറയുന്നത് ഒരു പടപ്പുറപ്പാട് തന്നെയാണ്. അതായത് അദ്ദേഹം വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ല, വികസനത്തെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണമെന്ന താൻ എക്കാലത്തും ഉയർത്തിപ്പിടിച്ച നിലപാട് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. നേതൃത്വമോ നേതാക്കളോ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നാലും തന്റെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. താൻ ഇനിയും ലേഖനങ്ങൾ എഴുതും, കാത്തിരിക്കൂ എന്നും കൂടി പറഞ്ഞു വെക്കുമ്പോൾ ശശി തരൂർ കീഴടങ്ങുന്നില്ല. പോരാടാൻ തന്നെയാണ് തീരുമാനം. അത് ഒറ്റയാൻ പോരാട്ടമായിരിക്കുമോ അതോ അതിനപ്പുറത്ത് തരൂരിന്റെ പിന്തുണയുമായി മറ്റാരെങ്കിലും രംഗത്ത് വരുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. അതോടൊപ്പം കോൺഗ്രസിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ നീക്കങ്ങൾ തരൂർ നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. അവിടെ കോൺഗ്രസ് നേതൃത്വത്തിന് മൗനം വിട്ട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നാൽ ആ പ്രതികരണത്തിന്റെ വ്യാപ്തി എവിടെ വരെ ആയിരിക്കും എന്നത് കൂടിയാണ് ഇനി അറിയാനുള്ളത്. ഡാൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാനാവുന്നത് ഈ KPCC അധ്യക്ഷൻ K സുധാകരനുമായുള്ള ആശയവിനിമയത്തിൽ തരൂർ തന്റെ നിലപാടിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിന് സ്വാതന്ത്ര്യം KPCC നൽകുകയും ചെയ്തു. വ്യക്തിപരമായ ലേഖനം എഴുതാനുള്ള സ്വാതന്ത്ര്യം തരൂരിനുണ്ട്. ഇത്തരമൊരു ഉറപ്പ് തനിക്ക് നേതൃത്വത്തിൽ നിന്ന് കിട്ടി എന്നതാണ് തരൂർ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. അങ്ങനെയെങ്കിൽ തരൂരിന് തന്റെ നിലപാടുമായി മുന്നോട്ട് പോകാം എന്നതാണോ സാഹചര്യം? അതായത് തരൂർ വ്യക്തിപരമായി നടത്തിയ പരാമർശങ്ങളെ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടായി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാടിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും. തരൂർ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ആളാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ മാധ്യമങ്ങളിൽ ലേഖനം എഴുതുന്നത് പതിവാണ്. പല വിഷയങ്ങൾ അതിനെ തെരഞ്ഞെടുക്കും. നേരത്തെയും ശശി തരൂർ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. വിവാദമായ ഈ ലേഖനത്തിൽ, ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ ലേഖനത്തിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ
രാഷ്ട്രീയം കലർത്തേണ്ട ഒരു കാര്യവുമില്ല. അവിടെ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ ഇടത് നയം മാറ്റിയതിലൂടെ, അതായത് ഇടത് സർക്കാരിന്റെ നയം മാറ്റം ഈ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. വരുന്ന ഒരു സർക്കാർ അത് ഇടതുപക്ഷത്തിൻ്റെതല്ല എങ്കിലും ഇടതുപക്ഷം ഇതേ നയത്തിൽ ഉറച്ചു നിൽക്കണം എന്നുകൂടിയാണ് ഈ ലേഖനത്തിൽ ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് അതിൽ രാഷ്ട്രീയം കലർത്താൻ നോക്കുന്നത് ശശി തരൂരിനെ ബോധപൂർവമായി വിവാദങ്ങളിൽ പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് എന്നാണ് തരൂരിന്റെ ക്യാമ്പിന്റെ അവകാശവാദം. അത് പാർട്ടി നേതൃത്വത്തെ അവർ അറിയിച്ചിട്ടുണ്ട്. ശശി തരൂരുമായി KPCC അധ്യക്ഷൻ ഫോണിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹത്തോടും അദ്ദേഹം വിശദമാക്കിയത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. താൻ രാഷ്ട്രീയമായി മറ്റൊരു നിലപാട് സ്വീകരിക്കുകയാണ് എന്ന തരത്തിൽ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആക്ഷേപങ്ങളിൽ ഒരു കഴമ്പുമില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കേവലം എന്താണ് ഈ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടാതെയുള്ള വിമർശനങ്ങളാണ്. തന്നെ വിമർശിക്കാനായി രംഗത്തെത്തുന്നവർ ആദ്യം ഈ ലേഖനം വായിക്കൂ, അത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് എന്ന ഒരു പരിഹാസ രൂപേണയാണ് അദ്ദേഹം പറയുന്നത്. ഇംഗ്ലീഷ് അറിയാവുന്നവർ ആ ലേഖനം വായിച്ചു നോക്കൂ, അപ്പോൾ മനസ്സിലാക്കും അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിനെ രാഷ്ട്രീയമായി CPM-നെയോ ഇടതുപക്ഷ സർക്കാരിനെയോ പുകഴ്ത്തുന്ന തരത്തിലുള്ള ഒരു നിലപാടും താൻ സ്വീകരിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ നയമാറ്റത്തെക്കുറിച്ച് മാത്രമാണ് ഈ ലേഖനത്തിൽ താൻ പരാമർശിച്ചിരിക്കുന്നത്. ഇനി ഏത് സർക്കാർ അധികാരത്തിലെത്തിയാലും അപ്പോഴും വികസന കാര്യത്തിൽ ഇതേ നയം തന്നെ ആയിരിക്കണം എല്ലാവർക്കും. തന്റെ മുൻ നിലപാട് അതുപോലെ തന്നെ ഇനിയും തുടരുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മാത്രവുമല്ല, ലേഖനത്തിൽ ഉറച്ചു നിൽക്കുന്നു, എഴുതിയ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഇനിയും അത്തരം ലേഖനങ്ങൾ പ്രതീക്ഷിക്കാം, കാത്തിരിക്കൂ എന്ന് കൂടി ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വിമർശനവുമായി രംഗത്തെത്തുന്ന നേതാക്കൾക്ക് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇതിൽ ശശി തരൂരിന്റെ നീക്കം അതുണ്ടാക്കുന്ന തുടർചലനങ്ങൾ പ്രസക്തമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരുപക്ഷെ ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും ഇടതു കേന്ദ്രങ്ങൾ ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോകും. അവർ തരൂരിന്റെ വാദങ്ങൾ ഉയർത്തിക്കാട്ടും. അപ്പോൾ എന്ത് തരത്തിലുള്ള പ്രതിഫലനം അത് രാഷ്ട്രീയ രംഗത്തുണ്ടാക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇടതു കേന്ദ്രങ്ങൾ ഇത് വലിയ പ്രചരണ വിഷയമായി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശശി തരൂർ ഉയർത്തിവിട്ട വിവാദം സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ്. അതിൽ UDF കേന്ദ്രങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരും. വിശദീകരിക്കാൻ അവർ പാടുപെടുമെന്നതാണ് സാഹചര്യം. കാരണം സംസ്ഥാനത്തിൻ്റെ വ്യവസായ നയത്തെയും വ്യവസായ സാഹചര്യങ്ങളെയുമാണ് ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് പുകഴ്ത്തി പറയുന്നത്. ഇത് സംസ്ഥാനത്തെ സർക്കാരിന് ആയുധമാണ്. അത് ഉയർത്തിക്കാട്ടുകയും ചെയ്യും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് ആയുധമാവുകയും ചെയ്യും. സംസ്ഥാനത്ത് വ്യവസായികൾ തിരികെ പോകുന്നു, വ്യവസായ നയം ശരിയല്ല തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ നീക്കം പ്രതിപക്ഷം നടത്തുമ്പോഴാണ് തരൂരിനെ പോലെയുള്ള പ്രമുഖ നേതാവിൽ നിന്നും ഇത്തരമൊരു നീക്കമുണ്ടായത് എന്നതാണ് പ്രതിപക്ഷത്തിന് സർക്കാരിന് ആയുധം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവും. തരൂരിനെതിരെ ഇപ്പോൾ നടത്തിയ പ്രസ്താവനകൾക്കപ്പുറമുള്ള കൂടുതൽ പരസ്യ നീക്കങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകുമോ എന്ന കാര്യവും പ്രസക്തമാണ്. അതേസമയം തരൂരിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവനയ്ക്ക് പിന്നിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്ന് വാദമുയർത്തുന്നവരും കോൺഗ്രസിനുണ്ട്. എന്തായാലും ഈ നീക്കങ്ങൾ കൂടുതൽ പരസ്യമാകുമോ അതല്ല പരാതികൾക്കപ്പുറത്തേക്ക് ഇനി ഒരു വെടിനിർത്തലിൻ്റെ രാഷ്ട്രീയം ഉണ്ടാകുമോ അതും പ്രധാനപ്പെട്ട കാര്യമാണ്.